നെടുങ്കണ്ടത്ത് കടന്നൽ കുത്തേറ്റ് കർഷകൻ മരിച്ചു. തമിഴ്നാട് പണ്ണപ്പുറം സ്വദേശി ബി സുബ്രഹ്മണ്യനാണ് മരിച്ചത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ. കൂടെയുണ്ടായിരുന്ന തൊഴിലാളിയായി മുരുകനും കുത്തേറ്റു. മുരുകനെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാവിലെ 11 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. സുബ്രഹ്മണ്യന്റെ ഉടുമ്പൻചോലയിലുള്ള ഏലത്തോട്ടത്തിൽ ഇരുവരും ജോലി ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ കടന്നൽക്കൂടിളകി കടന്നൽക്കൂട്ടം ഇരുവരെയും കുത്തുകയായിരുന്നു. മുരുകൻ ഓടി രക്ഷപ്പെട്ടെങ്കിലും 10ഓളം കുത്തേറ്റു. ശരീരം വ്യാപകമായി കുത്തേറ്റ സുബ്രഹ്മണ്യൻ ബോധം നഷ്ടപ്പെട്ട് ഏലത്തോട്ടത്തിൽ വീണു. 1.5 മണിക്കൂറോളം കഴിഞ്ഞാണ് സുബ്രഹ്മണ്യനെ തോട്ടത്തിൽ നിന്ന് പുറത്തെത്തിക്കാനായത്. നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഇയാൾ മരിച്ചിരുന്നു. വിവരം അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥർ എത്തുവാൻ താമസിച്ചതായി CPM നേതാക്കൾ ആരോപിച്ചു. 11 മണിക്കാണ് ഈ സംഭവം നടന്നത്. നമ്മുടെ മേഖലയില് തേനീച്ച ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാളുടെ കൂടി ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വേണ്ടത്ര രീതിയിൽ സജീവമായി ഇക്കാര്യങ്ങളിൽ അടിയന്തരമായി ഇടപെടുന്നതിൽ രക്ഷകൊണ്ട് എന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. എങ്കിലും ഞങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരടക്കം വരുന്ന ആളുകൾ പോയി വളരെ ത്യാഗോജ്വലമായ പ്രവർത്തനം സംഘടിപ്പിച്ചാണ് ഈ ബോഡി എടുത്തത്. ബോഡി എടുക്കുമ്പോഴേക്കും ആയിരക്കണക്കിന് ഈച്ചകളുടെ കുത്ത് വാങ്ങിക്കഴിഞ്ഞിരുന്നു. അബോധാവസ്ഥയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. വഴിയോ മറ്റ് സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ചുമന്നാണ് ഞങ്ങൾ മേളിൽ കൊണ്ടുപോയി വഴിയെ കയറ്റി ആംബുലൻസിൽ കയറ്റി കൊണ്ടുവന്നത്. അതിനൊക്കെ ശേഷമാണ് ഫയർഫോഴ്സും ബാക്കിയുള്ള ആളുകൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഫയർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കാലതാമസം, പ്രത്യേകിച്ച് ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ്, അതിൻ്റെതായിട്ടുള്ളൊരു വിഷയവും നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടായിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടി സജീവതയോടുകൂടി ഉദ്യോഗസ്ഥന്മാർ പെരുമാറേണ്ടതാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ബാധ്യതയുണ്ട്. അതനുസരിച്ചുള്ള ഉണർന്നുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിൽ പോരായ്മ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക്. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സുബ്രഹ്മണ്യനെ ഏലത്തോട്ടത്തിൽ നിന്നും പുറത്തെത്തിച്ച ശേഷമാണ് ഫയർഫോഴ്സും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും എത്തിയതെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം NP സുനിൽകുമാർ പറഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ.